ഓണാഘോഷത്തിൽ മൊത്തം ഡാൻസ് ചെയ്യുന്നത് തട്ടിട്ട പെൺകുട്ടികൾ. ഇത് കാണുമ്പം തട്ടിടാത്ത പെൺകുട്ടികൾ പാവങ്ങൾ ആഘോഷത്തിന് ഇല്ല എന്നൊരു തോന്നിപ്പോ അനാവശ്യമായിട്ട് ഇളക്കിയിട്ടുണ്ടായ സംഭവമായിട്ട് അറിയാത്തോല് അത് പഠിപ്പിക്കാൻ നിൽക്കരുത്. ഞാൻ പറഞ്ഞു വരുന്നത് മതത്തെക്കുറിച്ചാണ് കേട്ടോ. മതം ഏത് മതമായാലും നമ്മൾ ആ മതത്തെ മറ്റൊരാൾക്ക് പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സ്പിരിച്വലി നമുക്കൊരു കണക്ഷൻ അത്യാവശ്യമാണ്. അതൊരു റൂട്ടാണ്. ആ റൂട്ടിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ സുഖം അനുഭവിക്കാതെ വെറുതെ അങ്ങ് പഠിപ്പിച്ചു കൊടുത്താൽ കിട്ടുന്ന സംഭവമല്ല മതം. ഞാനിവിടെ മതം പഠിപ്പിക്കാൻ വന്നതല്ല. പക്ഷേ ഓണാഘോഷം കണ്ടിട്ടുണ്ടാവുമല്ലോ, ഡാൻസും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒരു ലേഡി ഇത് തട്ട് ഇട്ട് ഡാൻസ് കളിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതാണ്. അത് പിന്നെ ഇപ്പോൾ ജെൻസി പെൺകുട്ടികളങ്ങ് റിയാക്ട് ചെയ്തിട്ട് ഡാൻസ് കളിച്ചങ്ങ് കാണിച്ചു കൊടുക്കും. പിന്നെ ഏതൊരു മൊലിയാറ വീഡിയോ കാണിക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാറ്റം ആ ക്ലിപ്പ് പിന്നെയും വിട്ടിട്ട് ഇങ്ങനെ ഒരു എനർജി കുട്ടികളിൽ എത്തിക്കാനുള്ള ഒരു ഐഡിയ എന്ന് തോന്നുന്നു. അവർ പറഞ്ഞത് എക്സ്ട്രീം വേ ആണ്, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പക്ഷേ ആ പറച്ചൽ കൊണ്ട് ഇത്രയും ആൾക്കാർ ഡാൻസ് ചെയ്ത് എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിലും മറ്റൊരു വശം കാണിക്കുമ്പോൾ അതൊരു തരത്തിൽ ഒരു മതത്തെ എഴുത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഓണത്തിന് നല്ല പ്രഥമനും ഫുഡൊക്കെ കിട്ടുന്ന ഫാമിലി ഞങ്ങൾ. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പെരുന്നാൾക്ക് അങ്ങോട്ടും കൊടുക്കാറുണ്ട്. എല്ലാ വിശ്വാസവും പറയുന്നത് നിങ്ങൾ നിങ്ങളെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴും മറ്റു വിശ്വാസങ്ങളെ ബഹുമാനിക്കുക, അവരെ റെസ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഓണം ആഘോഷിക്കും, വിഷു ആഘോഷിക്കും, പെരുന്നാളും ആഘോഷിക്കും, ക്രിസ്മസും ആഘോഷിക്കും. പക്ഷേ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാർ ഒരു മതത്തിൻ്റെ ലാബിൽ നിന്നുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക്, എസ്പെഷ്യലി ഈ സോഷ്യൽ മീഡിയ ഉള്ള കാലത്ത്, അതൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യേണ്ട വഴിക്ക് ഇഗ്നോർ ചെയ്യുക. ബുദ്ധിയും വിവേകമുള്ള നല്ല നല്ല ആൾക്കാർ ഇവരിങ്ങനെ പറയുന്നത് കേട്ടിട്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ രണ്ടും എക്സ്ട്രീം വശങ്ങളാകുന്നല്ലേ. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടിടാത്ത ആൾക്കാരും തട്ട് ഇട്ട് എന്നുള്ള, പല മതത്തിൽപ്പെട്ട ആൾക്കാരും തട്ട് ഇട്ടുകൊണ്ട് ഡാൻസ് ചെയ്തു എന്നാണ്. പണ്ടൊക്കെ കള്ളൊക്കെ കുടിച്ച് റോഡ് സൈഡിൽ നിന്ന് ഒച്ചപ്പാട്ടുണ്ടാക്കുന്ന ആൾക്കാരെ കാണാം. അത് വലിയ അത്ഭുതത്തിൽ നോക്കി നിൽക്കും. ഫസ്റ്റ് കേൾക്കുമ്പോൾ, രണ്ടാമത് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവും, പിന്നെ റിപ്പീറ്റഡ്ലി കേൾക്കുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടാവും. അതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാം, അതിനൊരു വേ ഉണ്ട്. ഞാൻ രാഷ്ട്രീയ അഭിപ്രായം പറയാറുണ്ട്, പക്ഷെ അതിൻ്റെ ഏറ്റവും സോഫ്റ്റ് വേയിലാണ്. കാരണം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വെറും മറച്ചു നിന്നതിനും കുറ്റം പറയാനും മാത്രമല്ല, അതിലൂടെ പല കാര്യങ്ങളും മനസ്സിലാക്കാനുണ്ട്. കുറച്ചൊക്കെ ആ ഒരു എക്സ്ട്രീം റിയാക്ഷൻസ് കുറച്ച് കഴിഞ്ഞാൽ വലിയ സന്തോഷം.